ഏവർക്കും സ്വാഗതം. ഒരു വീട്ടിലെ വളരെ പ്രധാനപ്പെട്ട മുറിയാണ് പൂജാമുറി. നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം എത്തുന്നത് വീട്ടിലെ പൂജാമുറിയിൽ നിന്നുമാണ്. പൂജാമുറി വൃത്തിയാക്കുമ്പോഴും പൂജാമുറിയിലെ വിഗ്രഹങ്ങൾ കൊണ്ടുവയ്ക്കുമ്പോഴും ഒക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാസ്തുപ്രകാരമാണ് കാര്യങ്ങളൊക്കെയും ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം ആ പൂജാമുറിയിൽ നിന്ന് ഗുണകരമായ ഒരു കാര്യങ്ങളും ആ ഭവനത്തിലോ ഭവനത്തിലുള്ള ആളുകൾക്കോ ലഭിക്കുകയില്ല. ചില സാധനങ്ങൾ പൂജാമുറിയിൽ വെക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം കൊണ്ടുവരുന്നതിന് കാരണമാകും. നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് ഈ പറയുന്ന സാധനങ്ങൾ പൂജാമുറിയിലേക്ക് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ അവ പൂജാമുറിയിൽ നിന്ന് മാറ്റുക. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ ആ വസ്തുക്കൾ നിങ്ങളുടെ പൂജാമുറിയിൽ ഇരിപ്പുണ്ടെങ്കിൽ എത്രയും വേഗം അത് പൂജാമുറിയിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ പൂജാമുറിയിൽ എന്തൊക്കെ കാര്യങ്ങൾ സൂക്ഷിക്കാം, എന്തൊക്കെ സാധനങ്ങൾ സൂക്ഷിക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്കായി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു പൂജാമുറി, അതായത് ദേവൻ ദേവി വിഗ്രഹങ്ങൾ സൂക്ഷിച്ച് വിളക്ക് കൊളുത്തി നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഭവനത്തിലെ പൂജാമുറി, അല്ലെങ്കിൽ ഭവനത്തിലെ ആ ഒരു ക്ഷേത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ആ പൂജാമുറിയിൽ നിന്ന് അല്ലെങ്കിൽ പൂജാമുറിയിൽ സൂക്ഷിക്കാൻ പാടുള്ളതും പാടില്ലാത്തതുമായ വസ്തുക്കളുണ്ട്. അതിൽ നിന്ന് അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഭാവമുണ്ടായി അത് വീടിന് മുഴുവൻ ദോഷമായി ബാധിക്കും. സമ്പത്ത് തീരെ ഇല്ലാത്ത അവസ്ഥ, കയ്യിലേക്ക് 5 പൈസ എത്താത്ത അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കും. അപ്പോൾ പൂജാമുറിയിൽ സൂക്ഷിക്കാൻ പാടുള്ളതും പാടില്ലാത്തതുമായ വസ്തുക്കളെക്കുറിച്ച് പറഞ്ഞു തരാം. നമ്മൾ പൂജാമുറിയിൽ വിഗ്രഹങ്ങളും അതേപോലെ തന്നെ ദൈവങ്ങളുടെ ചിത്രങ്ങളും ഒക്കെ വയ്ക്കാറുണ്ട്. പല വീടുകളിലും പല രീതിയിലാണ് ആളുകൾ പൂജാമുറിയിൽ ക്രമീകരിക്കുന്നത്. അപ്പോൾ വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ പൂർവികരുടെ ചിത്രങ്ങളോ ഒന്നും തന്നെ കൂടുതലായി സൂക്ഷിക്കാൻ പാടില്ല. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ ചിത്രം അല്ലെങ്കിൽ ഒരു വിഗ്രഹം അത് മാത്രം വെച്ച് പൂജിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ട്. ഒരുപാട് വയ്ക്കുന്ന ചില ആളുകളുണ്ട്. ചില ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ സ്റ്റോളിൽ നിന്ന് കിട്ടുന്ന കണ്ണിൽ കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നുന്നതെല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്ന് പൂജാമുറിയിൽ വയ്ക്കും. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ, വാസ്തുശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ അത് അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതേപോലെ ഭൈരവൻ, ശനിദേവൻ, കാളി എന്നിവരുടെ വിഗ്രഹങ്ങളും വീട്ടിനുള്ളിൽ വയ്ക്കാൻ പാടുള്ളതല്ല. ലക്ഷ്മി ദേവിയുടെ വിഗ്രഹം ഇരിക്കുന്ന ഭാവത്തിലുള്ളതാണെങ്കിൽ അത് വയ്ക്കാവുന്നതാണ്. അതേപോലെ തന്നെ വിഗ്രഹങ്ങൾ വയ്ക്കുന്നവർ ശ്രദ്ധിക്കുക, അത് പൊട്ടിയതോ വക്ക് പൊട്ടിയതോ അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് അങ്ങനെയുള്ള വസ്തുക്കളൊന്നും, അത് പാത്രങ്ങളാണെങ്കിൽ പോലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇത് വിഗ്രഹങ്ങളുടെ കാര്യത്തിലായിട്ട് വരികയാണെങ്കിൽ പൊട്ടിയത് ഒരിക്കലും പൂജാമുറിയിൽ സൂക്ഷിക്കാൻ പാടില്ല. അത് തകർന്ന വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ പൊട്ടിയ ചിത്രങ്ങളോ കീറിയതോ ഒക്കെ ആണെങ്കിൽ നദിയിൽ നിമജ്ജനം ചെയ്യുകയാണ് ഏറ്റവും ഉത്തമമായ കാര്യം. അതേപോലെ തന്നെ ചില ആളുകൾ വീട്ടിൽ അലങ്കാരത്തിന് വേണ്ടി പ്രധാന വാതിലിന് സമീപത്തായി ഗണപതി വിഗ്രഹം സ്ഥാപിക്കാറുണ്ട്. വീടിന് പുറത്ത് ഒരിക്കലും ഇങ്ങനെ ഗണപതി വിഗ്രഹം വയ്ക്കാൻ പാടുള്ളതല്ല. ഇത് പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഗണപതി വിനായകനാണ്, വിഘ്നേശ്വരനാണ്, വിഘ്നരാജനാണ്. അപ്പോൾ വിഘ്നങ്ങളൊക്കെ ഒഴിയട്ടെ എന്ന് കരുതി ചില ആളുകൾ വീടിന് പുറത്ത് ഇങ്ങനെ വെക്കാറുണ്ട്. അത് കൂടുതലും ഇവിടെ നമ്മൾ കാണാറില്ല. എങ്കിലും ഇങ്ങനെ വെച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അതുപോലെ തന്നെ പൂജയ്ക്ക് ആവശ്യമായിട്ട് എന്തെങ്കിലും അരി പൂജാമുറിയിൽ സൂക്ഷിക്കാം. പൂജാവശ്യത്തിനായിട്ടുള്ള അരി സൂക്ഷിക്കാം. പക്ഷേ പൊട്ടിയതായിട്ടുള്ളതോ കേടായിട്ടുള്ളതോ ആയ അരി സൂക്ഷിക്കാൻ പാടില്ല. അത് വൃത്തിയോടും ശുദ്ധിയോടും കൂടി വേണം പൂജാമുറിയിൽ വയ്ക്കുവാനും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൂജാമുറിയിൽ സൂക്ഷിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ. ഇനി എന്തൊക്കെ കാര്യങ്ങൾ സൂക്ഷിക്കാമെന്ന് നോക്കാം. കളിമണ്ണിൽ നിർമ്മിച്ച വിളക്കുണ്ടെങ്കിൽ അത് പൂജാമുറിയിൽ വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതേപോലെ തന്നെ ദീപം, ഭഗവാന് നൽകേണ്ട ദീപം, ധൂപം, ഇതിനാവശ്യമായ കാര്യങ്ങളൊക്കെയും തന്നെ പൂജാമുറിയിൽ സൂക്ഷിക്കാം. പിന്നെ പൂജാമുറിയിൽ ഒരു സ്വസ്തിക് സൂക്ഷിക്കുന്നത് ഉത്തമമാണ്. അത് ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ സ്വസ്തിക് ചിഹ്നം ഗണപതിയുടെയും പ്രതീകം കൂടിയാണ്. അപ്പോൾ ഇത് എങ്ങനെ നോക്കിയാലും അത് ഐശ്വര്യപ്രദമാണ്. അപ്പോൾ സ്വസ്തിക് ചിഹ്നം വരച്ചു വേണമെങ്കിലും വെക്കാം, അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് പൂജാമുറിയിൽ സൂക്ഷിക്കാവുന്നതാണ്. അതേപോലെ കലശക്കുടം ഉണ്ടെങ്കിൽ അതും പൂജാമുറിയിൽ വെക്കാം. കുങ്കുമം പൂജാമുറിയിൽ വെക്കാവുന്നതാണ്. ശംഖ് സൂക്ഷിക്കാവുന്നതാണ്. ഇതൊക്കെയും സാമ്പത്തികമായി ഉന്നതി ഉണ്ടാകുന്നതിനും ആ കുടുംബത്തിലേക്ക് ഐശ്വര്യം വന്ന് ഭവിക്കുന്നതിനും പൂജാമുറിയിൽ ഒരു പോസിറ്റീവ് ഊർജം ഉണ്ടാകുന്നതിനും ഒക്കെയാണ് സഹായിക്കുന്നത്. അപ്പോൾ പൂജാമുറിയിൽ വെക്കാൻ പാടില്ലാത്തതും വെക്കാൻ പാടുള്ളതുമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇതൊന്ന് നോക്കി നിങ്ങളുടെ പൂജാമുറിയിൽ ഇങ്ങനെ പാടില്ലാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. എന്നാലേ ആ ഒരു ഗൃഹത്തിലേക്ക് സാമ്പത്തിക ഉന്നതി, ഐശ്വര്യം എന്നിവ കടന്നു വരികയുള്ളൂ.